Hey guys, welcome back to the vlog. ഡെയിലി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചാലക്കുടിയിൽ നിന്ന് എറണാകുളം കൊച്ചിയിലേക്ക് പോകുന്നു. നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട്. ട്രെയിൻ വന്നോ പോയോ എന്നതാണോ എന്ത് ട്രെയിൻ വന്നാ ചാടി കയറിക്കോ ടിക്കറ്റ് ഇങ്ങോട്ടേക്ക് നോക്കട്ടെ. അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്തായാലും പോവോ എത്തുമോ എന്നൊക്കെ നോക്കാം. ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ ആണ് ഗൈസ്. ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ചാലക്കുടി സ്വന്തമായിട്ട് ഇല്ലേ? ചാലക്കുടി സ്റ്റേഷൻ അപ്പുറത്ത് തൊട്ടടുത്തുണ്ട്. പക്ഷെ നമ്മൾ ഇരിങ്ങാലക്കുടിക്കാണ് വന്നത്. അവിടെ നിന്നാണ് ഇരിങ്ങാലക്കുടിക്ക് ഇനി ദൂരം ഉണ്ട്. I got my head in the clouds so high, feet on the ground but I still get by. Rules were made for someone else to try, but not me, not me. They say slow down some take. നമ്മൾ എവിടെ പോയി? അത് നമ്മുടെയാണോ? എന്താടി ഇരിങ്ങാലക്കുട ഇനിയല്ലോ പറഞ്ഞ ഇരിങ്ങാലക്കുട എല്ലാം ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞില്ലേ? കള്ളേറ്റുംകരയിലും ഇരിങ്ങാലക്കുടക്ക് ഇനിയും ദൂരമുണ്ട്. പക്ഷെ കള്ളേറ്റുംകരയിലാണ് ഈ സ്റ്റേഷൻ നിൽക്കണേ. പറയുന്നത് ഇരിങ്ങാലക്കുട സ്റ്റേഷൻ പറയും. Understand? They say slow down, some take your time, but I was born running every stop sign. Sky is the limit, no chance to hold. Sky is the limit, I'm breaking the mold. Sky is the limit, I'm out of control tonight. Every doubt just feeds a flame. Every scar reminds me why I came. I've been broke, I've been blessed, carry faith in an empty chest. പൊന്നോട് മൊത്തത്തില് അയ്യോ അതാ ശരി ഞാൻ മാറ്റാൻ വിചാരിച്ചു. മൊത്തത്തിലുള്ള സ്റ്റൈലൊന്ന് മാറ്റണം നമുക്ക്. അത് നിങ്ങൾ എക്സൈറ്റഡ് ആണ് ഇവിടെ ഈ ഒരു നാടൻ ലുക്ക്? അല്ല അവർ തന്നെ പറയാം. അല്ല അവർ ആക്ച്വലി നാടനാണെങ്കിലും മോഡേൺ ആണെങ്കിലും രണ്ടും ഓക്കെയാണ്. പക്ഷെ എന്നാലും മോഡേണിൽ കുറച്ച് വ്യത്യാസം വരുത്താൻ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വലിക്കണം. എവിടെ നിന്ന് ഞാൻ പറയണില്ല, അവിടെ നിന്ന് വലിക്കണം. ഓക്കെ, ആ വലിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ ഈ കാണാൻ ഈ ഒരു ഔട്ടർ ലുക്ക്? സോ നമുക്ക് ഇതിന് വരാം. ബൈ ഗൈസ്. ആദ്യത്തെ കാര്യം അവിടെ അതേപോലെ തന്നെ നമ്മൾ മൂന്നാണ്. ബിക്കോസ് നമ്മുടെ ഡോക്ടർ അവിടെ ഇല്ല. വിളിച്ച് ചോദിച്ചിട്ട് വരണം. എനിക്ക് ആ ശീലവും ഇല്ല. എന്താണ്ടോ പറഞ്ഞിരുന്നു, പറഞ്ഞത് കേട്ടതും ഇല്ല. യെസ്, അതുകൊണ്ട് നമ്മൾ ചെറുത് മൂഞ്ചിപ്പോയി. ഇനി രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഇവളുടെ ലുക്കപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യും. സോ വി ആർ ഗോയിങ് ടു സം അതർ ഗുഡ് ഷോപ്പ്. യു നോ ബുക്കണ്ട. ബൈ. Sky
നമ്മുടെ അവസ്ഥ പറയുകയാണെങ്കിൽ ലുക്ക് മാറ്റാനായിട്ട് വന്നിട്ട് കുഞ്ഞു വന്നിട്ടേക്ക് ഇഷ്ടമാവുന്നില്ല ഗൈസ്. പറഞ്ഞു കൊടുക്കണമെന്നും വന്നിട്ടേക്ക് നിൽക്കണില്ല. അതിഷ്ടമല്ല, ഇതിഷ്ടമല്ല, ഇതിനിത്ര ഹൈറ്റ് ഇല്ല, ഇതിനിത്ര അതില്ല, ഒന്നുമില്ല. പിന്നെ നമ്മൾ എങ്ങനെ ഗൈസ് ലുക്ക് മാറ്റും? അവസാനം കുറച്ച് ഒരു സംഭവത്തിലൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ട്രയൽ റൂമിലാണ്. നോക്കാം സെറ്റാവോ ഇല്ലയോ എന്നുള്ളത്. എന്തോന്ന് വെൽക്കം. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോയത്. പക്ഷേ ഞങ്ങൾ 12 മണിയായിപ്പോ എത്തി. ഇപ്പൊ എത്തിയിട്ട് 12 മണിയായിട്ടുണ്ട്. സത്യത്തിൽ 11:30 എന്താ പറയാ 11:15 നമ്മൾ എത്തി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു ലൂപ്പിൽ പെട്ടുപോയി. ലൂപ്പിൽ പെട്ടു എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ളൊരു ലൂപ്പ്. അതെന്ത് ആകെ 2 പ്ലാറ്റ്ഫോമേ ഉള്ളൂ ഇതിങ്ങനെ കൂടെയുള്ളൂ. ഓക്കെ, പ്ലാറ്റ്ഫോം 1, പ്ലാറ്റ്ഫോം നമ്പർ 2. നമ്മൾ കയറിയത് പ്ലാറ്റ്ഫോം 2 ഒന്നിലാണ് വണ്ടി വെച്ചത്. പക്ഷെ നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞൂടാ, നമ്മൾ വരുമ്പോൾ കുറച്ച് ഡിലേ ആയിപ്പോയി. കാരണം 2 ട്രെയിനിൽ നമ്മൾ 2:15 ഇറങ്ങിയത്. അപ്പൊ പെട്ടെന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് ചടപടേന്ന് പറഞ്ഞിട്ടാ പോയത്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി വെച്ച് ആവേശത്തിൽ വെച്ചിട്ട് ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് വന്നു. പക്ഷേ തിരിച്ചു വരുമ്പോ ആ വണ്ടി അവിടെ വെച്ചെന്ന് അറിഞ്ഞതാ. മേളത്ത് സ്റ്റെയർ കയറി ഇറങ്ങി അപ്പുറത്ത് പോയി അവിടെ നോക്കി. ഇല്ല ഗൈസ്, അവിടെ ഒന്നും കാണുന്നില്ല. പേ ആൻഡ് പാർക്കിംഗ് മാത്രമേ കാണുള്ളൂ. നമ്മൾ പേയും ചെയ്തിട്ടില്ല, പാർക്കിംഗ് അവിടെ പോയി പാർക്കിംഗ് ചെയ്തിട്ടില്ല. പിന്നെ പോയി എന്നാൽ തിരിച്ച് ഞങ്ങൾ സ്റ്റെയറിംഗ് കയറിയിട്ട് വന്നിട്ട് ഇവിടെ നോക്കി. ഇവിടെയും കാണുന്നില്ല ഗൈസ്. ഇവിടെയും പേ ആൻഡ് പാർക്കിംഗ്. അവിടുത്തെ ഒരു താത്തരോട് ചോദിച്ചു, അത് ഞങ്ങൾ ഇങ്ങനെ ഇന്ന പോലെ വണ്ടി വെച്ചിട്ടുണ്ട്, അപ്പം വണ്ടി എവിടെ അറിഞ്ഞുകൂടാ, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ വണ്ടി നമ്പർ പറയാന്ന് പറഞ്ഞു. വണ്ടി നമ്പർ ചോദിച്ചാൽ അവിടെ വണ്ടി വെച്ചിട്ടില്ല, ഞങ്ങൾ പേ ആൻഡ് പാർക്കിംഗ് വണ്ടി വെച്ചിട്ടില്ല. പക്ഷേ എവിടെ വെച്ചെന്ന് 2 അറിഞ്ഞൂടാ. കയറി ഇറങ്ങി ഒരു 4-5 തവണ ആ ഒരു 2 പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കയറി ഇറങ്ങി പണ്ടാരും ഒരു ലൂപ്പിൽപ്പെട്ട ശരിക്കുള്ള ഒരു അവസ്ഥ പോലെയാണ്. ഒരു മൂവി ഉണ്ട്, ഇങ്ങനെ നടക്കണ മൂവി, അതേപോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ താത്ത പറഞ്ഞ അവിടെ ആയിരിക്കും ചിലപ്പോൾ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഈ സൈഡിൽ ഒരു സാധനം ഉണ്ട്, സ്റ്റെയർ ഉണ്ട്, അവിടെ ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഫൈനലി 5, 6 അത്രാണ്ട് കയറിയതിന് ശേഷം വീണ്ടും നമ്മളെ മോളിൽ കൂടി കയറാനുള്ള ത്രാണി സത്യം വരാനും ഇല്ല, ട്രെയിനൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്താ താഴത്തെ കൂടി തന്നെ പോയിട്ട് അവിടെ നോക്കുമ്പോൾ ദാണ്ട കിടക്കുന്ന വണ്ടി. ഒന്നും നോക്കിയില്ല, നമ്മൾ വണ്ടി മേടിക്കോ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ. കാര്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ കൊച്ചി കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരുന്നത്. എന്തെങ്കിലും പറയാനുണ്ടാ? ഇതൊന്നും ഞാൻ പറയാൻ പറ്റിയൊരു അവസ്ഥയിലല്ല. എല്ലാം പറഞ്ഞു കാണും ഞാൻ വിചാരിക്കുന്നു. കുറെ പ്രാവശ്യം സ്റ്റെപ്പ് കയറി ഇറങ്ങി എനിക്ക് ഓടുന്നു, വണ്ടി എന്തായാലും കിട്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ, ഇത്ര മാത്രം. ലൈക്ക് നമ്മുടെ ഒരു കൊച്ചി ബ്ലോഗ്. നമ്മൾ 2 പേരും കൂടി കൊച്ചി പോയാൽ എന്ത് ചെയ്യാൻ? അപ്പൊ കുറച്ച് ആളുകൾ വാങ്ങിച്ചു. അവിടെ കറങ്ങിട്ടില്ലല്ലോ എന്തോ. നമ്മൾ ശരിക്കും പറഞ്ഞ കറങ്ങാൻ സമയം നമുക്ക് സമയം കിട്ടിയില്ല. നമ്മളൊരു കടയിൽ കയറി നമുക്ക് സാധനം പ്രത്യേകിച്ച് ഇത് ലെവൽ കുറച്ച് ടൈം എടുത്തിട്ടൊക്കെ നോക്കൂള്ളൂ. അതെ, ഇവിടെ പിന്നെ ടൈം എടുത്ത് നോക്കി മേടിച്ചു പെട്ടെന്ന്. എന്താടി നീ എടുക്കുന്ന ടൈം കൊണ്ടല്ലേ ഞാൻ 3 പ്രാവശ്യം ട്രയൽ നോക്കാൻ പോയി. ഒരു ചെളി പിടിച്ച കളറുള്ള ഒരു ജീൻസ് വാങ്ങിക്കാനാണ് പറഞ്ഞത്. എന്നിട്ട് അവസാനം സെറ്റ് ആയില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് ഇങ്ങ് പോകും. സൈസ് മാച്ച് ആവണ്ടേ? എനിക്ക് കുറച്ച് ഫീൽ ഫ്രീ ആവണം. അങ്ങനൊക്കെ ആയാലും നമ്മൾ ജീൻസ് ഒക്കെ ഇടാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ ഗൈസ്?
അതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കി, എനിക്ക് കിട്ടിയില്ല, ഞാൻ വാങ്ങിയില്ല. ആർക്കും വേണ്ടാത്തൊരു ജീൻസിനെ എന്റെ തലയ്ക്ക് വെച്ച് കെട്ടി ഇവളും ആ കടയിലുള്ള സ്റ്റാഫും കൂടെ ചേർന്നു. നോ ഗൈസ്, നമ്മള് ഈ വീഡിയോയുടെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട് ഇന്ദുവിന്റെ ലുക്ക് മാറ്റണം അല്ലേ, ലുക്ക് എന്റെ ലുക്ക് ഇപ്പൊ നന്നായിട്ട് ലുക്ക് മാറ്റണമെന്ന് അല്ലേ. ലുക്ക് മാറ്റാനായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നോ അവർക്കത് ഇഷ്ടമല്ല. ഒരു കാര്യം ഞാൻ പറയാം, ഒരു മനുഷ്യന്റെയും എക്സാക്ട് സൈസ് വെച്ചിട്ടല്ല ഒരു പാന്റ് ഇറക്കണം. ഇവളുടെ സൈസിന് വേണം, ഇവളുടെ ഇടുപ്പിന്റെ സൈസ്, മൊത്തം ഹൈറ്റ്, എല്ലാം മെഷർമെന്റ് നോക്കി ജീൻസ് അടിച്ചടിച്ച് വിടാൻ ഇവിടെ മുത്തപ്പനാണോ ഈ ജീൻസ് അടിച്ചു വിടുന്നേ? നീ പറ, ഉത്തരം പറ. നിനക്ക് ഇതിന് വല്ല ഉത്തരം ഉണ്ടോ? പറ. ഞാൻ ഇതിനു മുമ്പ് എടുത്ത ജീൻസ് ഒക്കെ കറക്റ്റാ 28. ഞാൻ പറയാം, അതിന്റെ പേര് ജഗ്ഗിങ്സ്. ജഗ്ഗിൻസ് അല്ലാതെ പണ്ടത്തെ ഞാൻ പറയുന്നില്ല, ഞാൻ വീഡിയോയിൽ പറഞ്ഞ നീ നാറും. എന്നെ കൊണ്ട് പറഞ്ഞ പറയിപ്പിക്കുന്നത് നീ മനസ്സിലാവുണ്ടോ? അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഫുൾ ഫൺ ഡേ ആയിരുന്നു. വീഡിയോ ഇത്രയും കഷ്ടപ്പെട്ടെന്നല്ല, എൻജോയ് ചെയ്ത് കണ്ടവർക്ക് നന്ദിയുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ എന്നാലും വീഡിയോ ഇത്ര ഉള്ളൂ. അപ്പൊ അടുത്തൊരു പുതിയൊരു വീഡിയോ വേണ്ടി കാണുന്നതായിരിക്കും. ബൈ ഗായ്സ്. ബൈ പറയടി പ്രാങ്കി. ബൈ.